കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ സർപ്രൈസ് നീക്കം ബി.ജെ.പിക്ക് അടിയാകും. കെ മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കി പകരം ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി നീക്കത്തിൽ ബിഗ് സല്യൂട്ട് അടിക്കുകയാണ് സോഷ്യൽ മീഡിയ. മണ്ഡലം മാറിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കെ മുരളീധരന് അതൃപ്തിയുണ്ടെന്നൊക്കെ വ്യാജ പ്രചാരണവുമായി ബി.ജെ.പിയും ഇടതുമുന്നണിയും രംഗത്തെത്തിയെങ്കിലും അതൊന്നും വിലപ്പോകില്ല. വടകരയിൽ മത്സരിക്കാൻ എല്ലാ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തൃശ്ശൂരിൽ മത്സരിക്കാൻ പാർട്ടി കെ മുരളീധരനോട് നിർദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനം മുരളിയും ആഗ്രഹിച്ചിരുന്നു. കാരണം ബി.ജെ.പിക്ക് തക്ക മറുപടി കൊടുക്കാൻ മുരളിക്കേ കഴിയൂ. ഇന്നത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടി സംവിധാനങ്ങൾ നിലവിൽ മുരളീധരന് അനുകൂലമാണ്. ആർ.എം.പിയും മുസ്ലിം ലീഗും മുരളീധരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം വടകരയിൽ ചെയ്യുകയും ചെയ്തു. അതിനിടെയാണ് മണ്ഡലം മാറ്റം. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയെങ്കിലും മുരളീധരൻ പ്രതികരിച്ചില്ല. ഇന്ന് വടകരയിലേക്ക് പോകാനിരുന്ന യാത്ര മുരളീധരൻ മാറ്റിവെച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം തൃശ്ശൂരിലിറങ്ങും. തൃശ്ശൂരിൽ പ്രചാരണത്തിനിറങ്ങാൻ പാർട്ടി സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഷാഫി പറമ്പലും തൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം പാർട്ടി തീരുമാനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ടി.എൻ. പ്രതാപൻ അറിയിച്ചു. രാഷ്ട്രീയത്തിൽ സംഘബലം മാത്രം പോരെന്നും ബുദ്ധിപരമായ നീക്കത്തിനാണ് പ്രധാനമെന്നും പ്രതാപൻ പറഞ്ഞു. തൃശ്ശൂരടക്കമുള്ള കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അണിയറയിൽ ഒരുങ്ങുമ്പോഴാണ് പ്രതാപൻ്റെ ഈ പ്രതികരണം പുറത്തു വന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സർപ്രൈസ് ഉണ്ടാകുമെന്ന് വ്യാഴാഴ്ച ചേർന്ന കോൺഗ്രസിൻ്റെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി നേതാക്കൾ പറഞ്ഞിരുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് തന്നെയാണ് ഇതിൽ പ്രധാനം. കോൺഗ്രസ് നേതാവും കരുണാകരൻ്റെ മകളും മുരളിയുടെ സഹോദരിയുമായ പത്മജ ബി.ജെ.പിയിൽ ചേരുന്നതിന് പിന്നാലെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മാറ്റം വന്നത്. കെ കരുണാകരൻ്റെ തട്ടകമായിരുന്ന തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾക്കും തന്ത്രങ്ങൾക്കും കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിൻ്റെ തയ്യാറെടുപ്പ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എതിരാളി ആരായാലും കുഴപ്പമില്ലെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറയുന്നുണ്ടെങ്കിലും വലിയ ശുഭാപ്തി വിശ്വാസമില്ല.